24 ഇമ്പാക്ട് MG സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് നടത്താനിരുന്ന പ്രത്യേക സെനറ്റ് മാറ്റി. ഇടതു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കമാണ് പ്രത്യേക സെനറ്റിന് പിന്നിലെന്ന് വിമർശനം ഉയർന്നിരുന്നു. സർക്കാർ മാറിയതിന് തൊട്ടു പിന്നാലെ സെനറ്റ് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഉന്മേഷ്, കഴിഞ്ഞ 13-ാം തീയതിയാണ് സ്പെഷ്യൽ സെനറ്റ് ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെനറ്റ് അംഗങ്ങൾക്കടക്കം MGVC ഒരു ഉത്തരവ് ഇറക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ പോര് VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ അധികാരമാർക്ക് എന്ന് സംബന്ധിച്ചുള്ളതായിരുന്നു ആ തർക്കത്തിന് കാരണം. തുടർന്ന് ഡോക്ടർ മേരി ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും ആ കോടതി നടപടികൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. 2 വർഷം മുൻപ് ഗവർണർ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം MG സെനറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2 വർഷമായി ഇത് നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ സർക്കാർ മാറിയതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവിറക്കിയത്. 26-ം തീയതി ഇന്ന് പ്രത്യേക സ്പെഷ്യൽ സെനറ്റ് ചേരാനാണ് തീരുമാനം. അതിന്റെ അജണ്ട എന്ന് പറയുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുക്കാനായിരുന്നു. എന്തായാലും നിലവിൽ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ഇന്നലെ മന്ത്രി കൂടി എത്തിയതിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനം പിൻവലിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.